Mesmerizing wedding collection. Tejaswini by Chungat Jewelry. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വനിതകൾക്ക് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും തോന്നുന്ന ലേഡീസ് ഫാൻസി കളക്ഷൻ ഷോറൂം അങ്കമാലി സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങി. എല്ലാത്തരം ഓർണമെന്റ്സും ഏറ്റവും കുറഞ്ഞ നിരക്കിലും വാടകയ്ക്കും ലൈക്ക് ലേഡീസ് ഫാൻസി കളക്ഷനിൽ ലഭ്യമാകും. സൗന്ദര്യബോധത്തിന് പ്രായഭേദമില്ല. ഏതു പ്രായത്തിൽപ്പെട്ട സ്ത്രീകളും സുന്ദരികളായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആകർഷകമായ സൗന്ദര്യത്തിൽ ആഭരണങ്ങൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. അതേസമയം വില വാനോളം ഉയർന്നു നിൽക്കുമ്പോൾ സ്വർണ്ണാഭരണം എന്നത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് അപ്രാപ്യമായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വർണത്തെ വെല്ലുന്ന ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി അങ്കമാലി സെൻട്രൽ ജംഗ്ഷനിൽ ലൈക്ക് ലേഡീസ് ഫാൻസി കളക്ഷൻ തുറന്നിരിക്കുന്നത്. കിടങ്ങൂർ ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ വർഗീസ് ചെരപ്പറമ്പിൽ സ്ഥാപനത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നു നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അങ്ങയുടെ വരദാനങ്ങൾ നൽകി ഈ കടയുടെ ഉടമസ്ഥരെയും ഇതിൽ ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണം. സത്യവും നീതിയും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കാനിടയാകട്ടെ. അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഈ സ്ഥാപനം പാത്രമാവുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധത്തിന് നിദാനമാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കിടങ്ങൂർ ഉണ്ണിമിശിഹ ഇടവക അംഗമായ ശ്രീ പോളച്ചനും ശ്രീമതി മോളിയും അതുപോലെ ജസ്റ്റിനുമൊക്കെ അങ്കമാലി ടൗണിൽ നടത്തുന്ന സംരംഭങ്ങളുടെ ഭാഗമാണ് ഇത്. എല്ലാവിധ നന്മകളും വിജയങ്ങളും ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ പുതിയ ഷോറൂം അങ്കമാലിക്ക് സമർപ്പിച്ചു. പോളസൻ ചേട്ടന്റെയും മോളിയുടെയും ജസ്റ്റിന്റെയും എല്ലാം ഒരു അഭിലാഷമായിരുന്നു ഇവർക്ക് ടൗണിന്റെ മധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു കട ഉണ്ടാകണമെന്ന്. അവരുടെ ആഗ്രഹം കൊണ്ടാണ് അവര് ഇവിടേക്ക് ഈ കട ഇപ്പോൾ ആരംഭിക്കാനായിട്ട് ഇടവന്നത്. നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ കടയിലൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് മർച്ചന്റ് അസോസിയേഷന്റെ വലിയ പങ്ക് ഇതിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഈ കടയിൽ വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവരും ഇവരെ പ്രോത്സാഹിപ്പിക്കണം. നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൈക്ക് എന്ന പേരിലാണ് നമ്മുടെ ഈ സംരംഭം ആരംഭിക്കുന്നത്. എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. മുന്നോട്ട് പോകാനായിട്ട് തമ്പുരാന്റെ കൃപയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ആദ്യ വിൽപ്പന നടത്തി. അതായത് അങ്കമാലിയിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൂടുതലായി വരുന്നുണ്ട്. നല്ല കാര്യം. ഇപ്പൊ അടുത്തതും ഉടനും വീണ്ടും അടുത്താഴ്ച വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആവശ്യങ്ങളും കൂടി വരുന്നുണ്ട്. അങ്കമാലിയിലേക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളും ഇഷ്ടംപോലെ കുടിയേറി പാർക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആരും ഇതിനകത്ത് വിജയിക്കാതിരിക്കില്ല. പക്ഷെ ഗുണവും വിലയും ഒക്കെ നോക്കി നല്ല രീതിയിൽ നല്ല സെലക്ഷനും വെച്ച് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ കൊടുത്ത് ആളുകളെ തൃപ്തിപ്പെടുത്തി വിടണം. അതോടുകൂടി നമുക്കെല്ലാം ഒരു സംതൃപ്തി ഉണ്ടാവും. കൊടുക്കുന്നവനും വാങ്ങുന്നവനും സംതൃപ്തി ഉണ്ടാവണം. അതിനുള്ള ഐശ്വര്യം ഉണ്ടാവട്ടെ. അതിനുള്ള എല്ലാവിധ പ്രാർത്ഥനയും അതിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാർഡ് കൗൺസിലർ പോൾ ജോവർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NB പോളച്ചൻ, അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത്,
ലൈക്ക് ലേഡീസ് ഫാൻസി കളക്ഷൻ മാനേജിംഗ് ഡയറക്ടർ മോളി പോളച്ചൻ, മാനേജിംഗ് പാർട്ണർമാരായ PV പോളച്ചൻ, ആലൂക്ക പുതുശ്ശേരി, ജസ്റ്റിൻ പോൾ എന്നിവർ പ്രസംഗിച്ചു. നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. കുറച്ചുകൂടി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് എനിക്ക് തോന്നുന്നു ഈ സൈഡ് കുറച്ചുകൂടി ഈ ഒരു ഷോപ്പിംഗ് സ്ത്രീകളുടെ മറ്റും ഇങ്ങനെ ആഭരണങ്ങളും ഡ്രസ്സൊക്കെ ആയിട്ടുള്ള ഈ സൈഡ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നു. കുറച്ചുകൂടി നന്നായിട്ട് വളരുവാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ കൂടി തന്നെ വളരെ നല്ല കളക്ഷനൊക്കെ ആയിട്ടാണ് എന്നാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഉയർച്ചയിലേക്ക് വരട്ടെ. പോളച്ചേട്ടനും മകനും ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരു സ്ഥാപനം അങ്കമാലിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങൾ വ്യാപാരി സംഘടനകൾ തന്നെയാണ്. അതിലേക്ക് കൂടുതൽ ആകർഷിക്കാനായിട്ട് തന്നെ ഞങ്ങൾ നോക്കുന്നത്. അതുപോലെ തന്നെ പോളച്ചനെ പറ്റി പറയുമ്പോൾ ഏതാണ്ട് 1987 വ്യാപാര രംഗത്തേക്ക് കടന്നു വന്നാണ്. അന്ന് തൊട്ട് പോളച്ചനും ഞാനൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു പേരുകാരാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അടുപ്പവും കാര്യങ്ങളും അന്ന് തൊട്ടുണ്ട്. അപ്പൊ അത് പല പല മേഖലകൾ താണ്ടിയാണ് പുള്ളി ഈ വ്യാപാരത്തിലേക്ക് വന്നേക്കുന്നത്. ഈ വ്യാപാരത്തിലേക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ സ്ഥാപനമാണ്. ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടക്കുന്നു എന്നുള്ളതിന് തെളിവാണ് മൂന്നാമത്തെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് പോളച്ചൻ ഇത് കണ്ടെത്തിയത്. അതും ഏറ്റവും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് തന്നെ തുടങ്ങിയേക്കാണ്. പിന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പോളച്ചൻ്റെ പേരൊന്ന് ശ്രദ്ധിച്ച് ലൈക്ക് നമ്മൾ എവിടെയും നോക്കിയാൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജോസേട്ടനെ അവനൊക്കെ അറിയാം. ഈ സാധാരണ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നോക്കുന്നത് എത്ര ലൈക്ക് കിട്ടും എന്നാണ്. അപ്പൊ എത്ര ലൈക്ക് കിട്ടും എന്ന് കാണാൻ വേണ്ടി തന്നെയാണ് പോളച്ചൻ ഇങ്ങനെ ഒരു പേരിട്ടേക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്കമാലിയുടെ മുഴുവൻ ലൈക്കും ഈ സ്ഥാപനത്തിന് കിട്ടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങൾ ആശംസകൾ അറിയിക്കുന്നു നിർത്തുന്നു. നന്ദി. നമുക്കൊക്കെ അറിയാം. ഇപ്പൊ കൊച്ചേച്ചി ഇവിടെ പറഞ്ഞു കട എന്ന് പറഞ്ഞു, ഈ കടയുടെ ഉദ്ഘാടനം. അപ്പൊ ഈ കട എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കും ഈ കട എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഇതൊക്കെ എടുത്ത് നോക്കി. അപ്പൊ നോക്കിയപ്പോ കട എന്ന് പറഞ്ഞ റൂട്ട് എന്നാണ് അർത്ഥം. റൂട്ട് പണ്ട് കാലത്ത് 500 വർഷം മുമ്പ് ഈ കടകൾ മരത്തിന്റെ ചോട്ടിലാണ് ഈ കടകള്. ഇപ്പൊ തണലുള്ള മരത്തിന്റെ ആഞ്ഞിലിയുടെയോ പാലയുടെയോ തേക്കിന്റെയോ ഒക്കെ മരത്തിന്റെ കടക്കാണ് ഈ കടകൾ നടത്തിയിരുന്നത്. അങ്ങനെയാണ് കട എന്നുള്ള പേര് ഉണ്ടായത്. കട എന്നുള്ള വാക്ക് ഒരു ദ്രാവിഡിയൻ വാക്കാണ്. തമിഴിലും കടൈ എന്നാണ് പറയണത്. അതുപോലെ ഇതിൽ അങ്കിടി എന്ന് പറയണേ കന്നഡയില്. അപ്പോ തീർച്ചയായിട്ടും കട എന്നുള്ളൊരു വാക്കുണ്ടായത് അങ്ങനെയാണെന്ന് ഞാൻ പറയുകയാണ്. അപ്പോ അങ്ങനെ ഒരു കട പോളച്ചൻ ഒരു കടയല്ല, ഇത് എത്രാമത്തെ കടയാ? മൂന്നാമത്തെ കട ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ലേഡീസ് ഫാൻസി ഐറ്റംസിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്താണ്. ഈ ലേഡീസ് ഫാൻസിനെ പറ്റി പറയുമ്പോൾ ഒരു വാക്ക് എനിക്ക് പറയണം. കാരണം ഈ സ്ത്രീകള് അല്ലെങ്കിൽ പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങണം എന്ന് പറയും. അപ്പൊ അണിഞ്ഞൊരുങ്ങണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ അത് അങ്ങനെ അവർക്ക് മാത്രം ഒരു പ്രത്യേകത, ആണുങ്ങൾക്കും അണിഞ്ഞൊരുങ്ങി കൂടെ എന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു 5 വയസ്സായ കുട്ടി തുടങ്ങി അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങും. അപ്പൊ അണിഞ്ഞൊരുങ്ങല് ഒരു സ്ത്രൈണതയാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടി, അവർക്ക് സ്വന്തമായ വരുമാനമുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ അവർ അണിഞ്ഞൊരുങ്ങാനായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല ആഭരണങ്ങള് അവരണിയും. അപ്പൊ ഇന്നത്തെ കാലത്ത് സ്വർണ്ണമൊന്നും ഫുൾ ടൈം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റൂല. കാരണം സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്തോറും സ്വർണം കട്ടെടുക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ അത് കാരണം സ്വർണ്ണമൊന്നും ആരും ഉപയോഗിക്കരുത്. ഇങ്ങനെയുള്ള ഫാൻസി നല്ല നല്ല സ്വർണത്തിന്റെ നിറത്തിലുള്ള നല്ല ആഭരണങ്ങള് പോളച്ചൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ കട അല്ലെങ്കിൽ ഈ സ്ഥാപനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്കമാലിയിലെ മുഴുവൻ വ്യാപാരികളുടെയും പിന്തുണ അറിയിച്ചുകൊണ്ട് പോളച്ചനും മോളിക്കും ജസ്റ്റിനും ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിലെ സ്റ്റാഫിനും എല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പോളച്ചേട്ടൻ വളരെയേറെ വർഷത്തെ അനുഭവ ജ്ഞാനമുള്ള വ്യാപാര രംഗത്ത് പരിചയസമ്പന്നനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഷോപ്പാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു കച്ചവട മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ ജോണിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഓർണമെന്റ്സിന്റെ ഒരു കാലഘട്ടമാണ്. സ്വർണ്ണമൊന്നും വലിയ വിലയാണ്, മാത്രമല്ല ഇനി അത് സുരക്ഷിതവും അല്ല എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് മാത്രമല്ല ഇന്നത്തെ തലമുറ സ്വർണത്തിനോട് വലിയ ഭ്രമമില്ലാത്തവരാണ്. അണിഞ്ഞൊരുങ്ങുവാൻ ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള വെറൈറ്റികളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ മനോഹരമായി തന്നെ അണിഞ്ഞൊരുക്കിക്കുന്ന ഏവരുടെയും ലൈക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ കാര്യം നന്നായി നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വ്യാപാര സ്ഥാപനം നേരത്തെ പോള് സൂചിപ്പിച്ചതുപോലെ ഒരു മേഖല അത് നമ്മൾ അങ്കമാലി മേഖലയിൽ അങ്ങനെ ഇല്ല. മറ്റു ചില സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാനം ആണെങ്കിൽ അനുബന്ധ സ്ഥാപനങ്ങളായിരിക്കും അടുത്തടുത്ത്. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരാനും അത് കോൺസെൻട്രേറ്റ് ചെയ്യാനും തുടങ്ങും. അതുകൊണ്ട് വ്യാപാരം കൂടുതലേ ഉണ്ടാവുള്ളൂ. ഒരു കട വന്നു അതേപോലത്തെ ഒരു കട മറ്റൊരു
തൊട്ടടുത്ത് വരുമ്പോൾ മറ്റു പലർക്കും ഒരു പേടിയാണ് എന്റെ കച്ചവടം പോകുമെന്ന്. പക്ഷെ സത്യത്തിൽ കച്ചവടം കൂടുകയാണ് ഇത്തരം മേഖലകളിൽ ചെയ്യുക. അപ്പൊ നല്ല ഒരു കോമ്പറ്റീഷൻ നമ്മുടെ മനസ്സിലേക്ക് വരും. നല്ല സാധനങ്ങൾ കൊടുക്കുക, അത് പ്രൈസ് കോമ്പറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടല്ല, നല്ല സാധനങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല സർവീസ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ കോമ്പറ്റീഷൻ അതിജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് വരുമ്പോൾ കൂടുതൽ ആളുകൾ ആ സ്ഥലങ്ങളിലേക്ക് ആകർഷ്ടരായി വരുമെന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ മേഖല അല്ലെങ്കിൽ ഈ പ്രദേശം ഇത്തരത്തിൽ ലേഡീസ് ഫാൻസി സ്റ്റോറിന്റെ ഒരു മേഖലയാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ആളുകൾ എല്ലാവരും അതുമായി ബന്ധപ്പെട്ട വ്യാപാരം നടത്തുന്ന ആൾക്കാരാണ് എല്ലാവരും വന്നിരിക്കുന്നത് പോലും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ മംഗളം ഉണ്ടാവട്ടെ. ഈ ലൈക്ക് ഒരുപാട് ലൈക്കുകൾ നേടി ഉന്നതയിലേക്ക് പോകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമീപത്തെ വ്യാപാരികളും ലൈക്ക് ഷോറൂം സ്റ്റാഫുകളും ഉപഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഏതു പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും അനുയോജ്യമായ ആഭരണങ്ങളുടെയും ഫാൻസി ഐറ്റങ്ങളുടെയും വലിയൊരു ശേഖരമാണ് ലൈക്ക് ലേഡീസ് ഫാൻസി കളക്ഷനിൽ ഒരുക്കിയിരിക്കുന്നത്. ഫാൻസി കമ്മലുകൾ, മാലകൾ, സ്ക്രബീസ്, ബുഷുകൾ, ക്രാബ്, ക്ലിപ്പുകൾ, ഗോൾഡ് കവറിംഗ് മാലകൾ, വളകൾ, ഫാൻസി മാലകൾ, പേൾ മാലകൾ, കുട്ടികളുടെ ഹെയർ അക്സസറീസ് എന്നിവയും ലൈക്കിലുണ്ട്. റെന്റൽ ഓർണമെന്റ്സുകൾക്കായി ഒരു പ്രത്യേക വിഭാഗം തന്നെ ലൈക്ക് ലേഡീസ് ഫാൻസി കളക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അത്യാധുനിക ഡിസൈനുകളിലും പല വലുപ്പത്തിലും തൂക്കത്തിലുമുള്ള ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വാടകയ്ക്ക് ആവശ്യക്കാർക്ക് നൽകും. കോസ്മെറ്റിക് ഇനങ്ങളുടെ പ്രത്യേക സെക്ഷനും ലൈക്ക് ഷോറൂമിൽ കാണാം. ഫേഷ്യൽ ക്രീമുകൾ, നെയിൽ പോളിഷ്, ഐലൈനറുകൾ, കാജൽ, ലിപ്സ്റ്റിക്, പൊട്ടുകൾ, ഹെയർ ആക്സസറീസ്, മറ്റ് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവയാണ് കോസ്മെറ്റിക് സെക്ഷനിലുള്ളത്. വാനിറ്റി ബാഗുകൾ, ഹാൻഡ് ബാഗുകൾ, പേഴ്സുകൾ തുടങ്ങി കീ ചെയിനുകൾ വരെയുള്ള ഫാൻസി ഇനങ്ങളും സ്ത്രീകൾക്ക് സ്വന്തമാക്കാം. ദേശീയപാതയും MC റോഡും സംഗമിക്കുന്ന അങ്കമാലി നഗരത്തിൽ വനിതകൾക്ക് സ്വന്തമായി ഒരു വനിത തന്നെ നേതൃത്വം നൽകുന്ന ലൈക്ക് ലേഡീസ് ഫാൻസി കളക്ഷൻ എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന ഒരു സംരംഭം തന്നെയാണ്. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.